വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. ചരക്കുകൾ ഇനി മുതൽ തുറമുഖത്ത് നിന്ന് റോഡ് മാർഗം കൊണ്ടുപോകാം. പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായി. റെയിൽ വഴിയുള്ള ചരക്ക് നീക്കവും ഇതോടെ സാധ്യമാകും. അനുമതിയുടെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ, ഈ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് വരുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തുണ്ടാവുക? നിലവിൽ ഈ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകിയതോടുകൂടി വലിയ നേട്ടം തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിക്കുക. നിലവിൽ ഇപ്പോൾ ചരക്കുകൾ വലിയ കപ്പലുകൾ എത്തിച്ചിട്ട് അവിടെ ഇറക്കിയ ശേഷം അവിടുന്ന് ഫീഡർ കപ്പലുകളിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായതോടുകൂടി ഇനിയിപ്പോൾ അവിടെ എത്തുന്ന ചരക്കുകൾ റോഡ് മാർഗം കൂടി കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നമുക്കറിയാം, ഇതിലൂടെ ട്രക്കിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തന്നെ ചരക്ക് കൊണ്ടുപോകുമ്പോൾ അത് കേരളത്തിന്റെ വികസനത്തിന് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അനുമതിയിലൂടെ തന്നെ റെയിൽ വഴിയുള്ള ചരക്ക് നീക്കത്തിനും സാധ്യമാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിലിപ്പോ ക്രൂ ചേഞ്ചിങ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നടക്കുന്നില്ല. അതിനു കൂടി സാധ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ച ഈ അനുമതി കൊണ്ട് ഗുണം ചെയ്യുന്നത്. തുറമുഖത്ത് നിന്ന് NH 66 ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം അതിവേഗം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു മാസത്തിനകം തന്നെ ഇതിന്റെ പൂർണ്ണ തോതിൽ ഇത് യാത്രയ്ക്കുള്ള ഇതാവും. ഏതായാലും ഇപ്പോഴുള്ള ഈ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്.